ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ചെറുപയർ മെഴുക്കുവരട്ടി ആണ് കാണിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചെറുപയർ വേവിച്ചൊന്നും ഞാൻ കാണിക്കുന്നില്ല. കുക്കറിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു വിസിലോ 2 വിസിലോ അതിൽ കൂടുതൽ വേണ്ട, നന്നായി വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത ചെറുപയർ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുക്കുക, അതിനകത്തോട്ട് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എപ്പോഴും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എൻ്റെ കെട്ടിയവൻ വന്നിട്ട് ചോദിക്കുന്നതാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ഓരോരുത്തരുണ്ടാക്കുന്ന രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണും. അപ്പം അതുണ്ടാക്കി നമ്മൾ നോക്കുമ്പം ഒന്നുകൂടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറുതായിട്ട് മാറ്റിയൊക്കെ ഇടുമ്പോൾ എനിക്കത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി, ഞാനിവിടെ വെളുത്തുള്ളി തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അതോട് തന്നെ ചതച്ചിട്ടിരിക്കുകയാണ്. എനിക്കതാണ് ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രൈഡ് ഒരു മണം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഇത് വഴറ്റിയതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയാണ് ബെറ്റർ. എനിക്കിവിടെ കൊച്ചുള്ളി കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ സവോള എടുക്കുന്നത്. നിങ്ങൾക്ക് കൊച്ചുള്ളി ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ്. അപ്പം ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വറ്റൽമുളക് തന്നെ ക്രഷ് ചെയ്തെടുത്ത വറ്റൽമുളകാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. അല്ലാതെ മുളക് പൊടി ഒന്നും ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടില്ല. ആ ക്രഷ് ചെയ്തെടുത്ത വറ്റൽമുളക് 1, 2, 3 അത്രയൊക്കെ മതി. അപ്പോൾ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ എന്ത് പൊടി ഐറ്റംസ് ആണെങ്കിലും എന്തിടുമ്പോഴും കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അത് കുറച്ചധികം നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഏത് കറിയുടെയും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഫ്രൈ കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് പയർ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരിച്ചിരി നേരം ഒന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കുക. അപ്പോഴത്തേനും അതിൽ എണ്ണയും ആ പയറും കുറച്ചൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സായി. ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഉപ്പൊന്നും ചേർത്തില്ല, കാരണം ഓൾറെഡി പയർ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസ് പുതിയതിടുന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.